മലയാള സിനിമയുടെയും ലാൽ പ്രിയൻ കൂട്ടുകെട്ടിൻ്റെയും നാഴികക്കല്ലായിരുന്നു ചിത്രം. മോഹൻലാൽ രഞ്ജിനി ജോഡിയെ പ്രേക്ഷകർ മനസ്സാ വരിച്ച ചിത്രം. എന്നാൽ ചിത്രത്തിൽ ആദ്യം നായികയായി നിശ്ചയിച്ചത് അന്നത്തെ തെന്നിന്ത്യൻ സൂപ്പർ നായിക അംബികയായിരുന്നു. പ്രേം നസീർ, ജയൻ, കമൽഹാസൻ, രജനികാന്ത് തുടങ്ങിയവരോടൊപ്പം വേഷമിട്ട താരറാണിയായിരുന്നു അംബിക. തമിഴിലും തെലുങ്കിലും കന്നഡയിലുമെല്ലാം മാർക്കറ്റ് പിടിച്ച നായിക. 20-ാം നൂറ്റാണ്ട് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ പ്രേക്ഷകപ്രീതി നേടിയ ജോഡി കൂടിയായിരുന്നു അംബികയും മോഹൻലാലും. പക്ഷേ പ്രിയൻ മോഹൻലാലിന്റെ നായികയായി ചിത്രത്തിലേക്ക് വിളിക്കുമ്പോൾ അംബിക തമിഴ് ചിത്രമായ കൺസുമിട്ടും നേരത്തിൽ കാർത്തിക്കിനൊപ്പം അഭിനയിക്കുകയായിരുന്നു. നിർമ്മാതാവും നടനുമായ ശരത് കുമാറിന്റെ സാമ്പത്തിക ഞെരുക്കത്തെ തുടർന്ന് 2 പ്രാവശ്യം ചിത്രീകരണം നിർത്തിവെച്ച് വീണ്ടും തുടങ്ങിയ ചിത്രമായിരുന്നു കൺസുമിട്ടും നേരം. ചിത്രത്തിലേക്ക് പ്രിയദർശൻ ആവശ്യപ്പെട്ട സമയം അംബികയുടെ കയ്യിലില്ലായിരുന്നു. ഷെഡ്യൂൾ മാറി മറിഞ്ഞ കൺസുമിട്ടും നേരമായിരുന്നു ചിത്രത്തിൽ അംബികയ്ക്ക് പകരം രഞ്ജിനി നായികയാകുവാൻ കാരണം.